السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا. يقولون بألسنتهم ما ليس في قلوبهم. قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറെ പ്രകടമാവുകയും നമുക്ക് അവിടുത്തെ മഹത്വത്തെ കൂടുതൽ മനസ്സിലാക്കി തരുകയും ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഖൈബർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം. മുസ്ലിം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ് ഖൈബർ യുദ്ധത്തിലൂടെ സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ. ഖൈബറുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടിയുണ്ട് സുഹൃത്തുക്കളെ. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് യഹൂദി ഗോത്രത്തിലെ നേതാവിന്റെ ഭാര്യ ഒരു സദ്യ ഒരുക്കുന്നത്. നേതാവിന്റെ ഭാര്യ ഒരു സദ്യ ഒരുക്കുകയാണ്. ആളെ പറഞ്ഞയച്ചു ചോദിപ്പിച്ചു, മുഹമ്മദിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാ മാംസത്തില്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതിന്റെ ഇഷ്ടമുള്ള ഭാഗമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തിനാ കൂടുതൽ വിഷം അതുമ്മ പുരട്ടാൻ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖൈബറിലെ യഹൂദ സ്ത്രീ സദ്യയൊരുക്കുകയാണ്. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ നിലക്ക് ആടിനെയറുത്ത് മാംസം തയ്യാറാക്കി കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ചോദിച്ചറിഞ്ഞ് അവിടെ നന്നായി വിഷം ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ ഊട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം സ്വീകരിച്ചു. കൂടെ ചില സഹാബികളുമുണ്ട്. അക്കൂട്ടത്തിൽ അറിയപ്പെട്ട സഹാബിയാണ് ബിശ്ർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അവര് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി. ഭക്ഷണമെടുത്ത് വായിലിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചവച്ചരച്ചു. അപ്പോഴേക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വഹയി കിട്ടി, തുപ്പിക്കളഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചില റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണാം. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹാദൽ അലം, ഈ എല്ല് ലയുഖ്ബിറുനി, എന്നോടിതാ പറയുന്നു, അന്നഹു മസ്മൂം, വിഷം പുരട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹയി കിട്ടിയ പാടെ, അതിനെ പറ്റിയുള്ള വിവരം കിട്ടിയ പാടെ യഹൂദ സ്ത്രീ മാംസത്തിൽ വിഷം പുരട്ടി കൊടുത്ത മാംസം ചവച്ച് ഒരല്പ മുനീറിലൊക്കെ കലർന്ന് ഇത്തിരിയൊക്കെ ഒന്നായി ഇപ്പോഴേക്ക് തുപ്പിക്കളഞ്ഞു. പക്ഷെ അതിന്റെ മുമ്പേ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു എന്ന കൂടെയുള്ള സഹാബി, അദ്ദേഹം ഒരു കഷ്ണം ഇറക്കിയിരുന്നു. അദ്ദേഹം ആ ഒരു മാംസം കഴിച്ചതിന്റെ പേരിൽ മഹാനവറുകൾ ഷഹീദാവുകയുണ്ടായി. അദ്ദേഹം മരണപ്പെട്ടു. അത്ര രൂക്ഷമായ വിഷമായിരുന്നു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടായി. തുപ്പിക്കളഞ്ഞു. ഈ സ്ത്രീയെ കൊണ്ടുവരപ്പെട്ടു. ചോദിച്ചു അവളോട്, എന്തിനാണ് നീ പണി ചെയ്തത്? അതെ, അവൾ പറഞ്ഞു എന്ത്? നിങ്ങളൊരു ശരിയായ പ്രവാചകനാണെങ്കിൽ നിങ്ങൾക്ക് വിവരം കിട്ടുമല്ലോ, ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾക്ക് തീരുമല്ലോ
എന്ന് അവൾ പറഞ്ഞു. ഇത് വളരെ ഗൂഢമായൊരു തീരുമാനമായിരുന്നു എന്നതിന് വേറെയും തെളിവുകളുണ്ട്. ഈ സംഭവം നടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇജ്മഉ ലീ മൻ കാന ഹാഹുനാ മിനൽ യഹൂദ്, ഇവിടെയുള്ള യഹൂദികളൊക്കെ ഒരുമിച്ച് കൂട്ടൂ, എന്നോട് എൻ്റെ അടുക്കൽ വരാൻ പറയൂ. അങ്ങനെ യഹൂദികളൊക്കെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഹൽ അൻതും സാദിഖൂനി അൻ ഷൈഇൻ ഇൻ സഅൽതുകും അൻഹു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയൂ. ഖാലു പറഞ്ഞു, നഅം, പറയാം. അവിടുന്ന് ചോദിച്ചു, ഹൽ ജഅൽതും ഫീ ഹാദിഹി ശാത്തി സുമ്മ, നിങ്ങൾ ഈ ആട്ടിൽ, ഇവരൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ ആടുമാംസത്തിൽ വിഷം പുരട്ടിയിട്ടുണ്ടോ? അവർ പറഞ്ഞു, നഅം, അതെ, പുരട്ടിയിട്ടുണ്ട്. മാ ഹമലക്കും വലാ ദാലിക്, എന്താ അങ്ങനെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം. അവർ പറഞ്ഞു, അറദിനാ, ഞങ്ങൾ ഉദ്ദേശിച്ചു, ഇൻ കുൻത കാദിബൻ നസ്തരീഹു മിൻക, നീ കള്ളനാണെങ്കിൽ, വ്യാജവാദിയാണെങ്കിൽ നിന്നെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾക്ക് തീർന്നല്ലോ. വഇൻ കുൻത നബിയൻ, ഇനി അതല്ല, നീ ഒറിജിനൽ നബിയാണെങ്കിലോ, ലം യദുറക, വിഷം നിന്നെ ബാധിക്കൂല, ഉപദ്രവം നിനക്കുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ അള്ളാന്റെ റസൂലിനെ കൊന്നുകളയാൻ ശക്തമായ നിലക്കുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ജൂതസ്ത്രീയായ സൈനബ് എന്ന് പേരുള്ള അവിടെ ഉണ്ടായിരുന്ന ഒരു മുഖ്യ യഹൂദിയുടെ ഭാര്യയാണ് സൈനബ്. ആ സൈനബാണ് ഈ സദ്യ ഒരുക്കുകയും ഈ പ്രവർത്തനം ചെയ്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അങ്ങനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇതിന്റെ ചില ബാധകളൊക്കെ ഉണ്ടായി എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് അന്ത്യശ്വാസം വലിച്ചു തീർത്തത്. ഈ ലോകത്തോട് വിട പറഞ്ഞ ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ അവസരത്തിൽ അവിടുന്ന് പറഞ്ഞിരുന്നു, അതേ യാ ആയിഷ, ആയിഷ, മാ അസാലു അജിദു അലമത് തആമിൽ ലദീ അകൽതു ബിഖൈബറ, ഖൈബറിൽ വെച്ച് ഞാൻ കഴിച്ച ആ ഭക്ഷണത്തിന്റെ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു ആയിഷ. فهذا أوان وجدت انقطاع أبهري من ذلك السم, അന്ന് എനിക്ക് ഏറ്റിട്ടുള്ള വിഷം കാരണത്താൽ എന്റെ ജീവനാടിതാ പൊട്ടിപ്പോകുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അത്ര വേദന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു ആ വിഷത്തിന്റെ പേരിൽ. അതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണാം, അല്ലാഹുവിന്റെ റസൂലിന് ഷഹാദത്തിന്റെ കൂലിയും കൂടി ഉണ്ട്, ഒരു ഷഹീദിന്റെ പ്രതിഫലം കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ട് എന്ന് ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണാം. കാരണം അന്നാ കൊടുത്ത വിഷത്തിന്റെ ഒരു ചെറിയൊരു ബാധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുറെ കാലം ഉണ്ടായി എന്നും, അത് അവിടുത്തെ ശരീരത്തിൽ വായി തുറക്കുമ്പോ ഒരു കറുത്ത പാടായിട്ട്, ഒരു കറുത്ത അടയാളായിട്ട് ആ വിഷത്തിന്റെ കറുപ്പ് അവിടുത്തെ വായിൽ പലപ്പോഴും അണ്ണാക്കിന്റെ ഭാഗത്തൊക്കെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു എന്ന് വരെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിലൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കാൻ വേണ്ടി യഹൂദികൾ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാഗത്ത് മധ്യസ്ഥനായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചുമരിന്റെ ഭാഗത്ത് ഇരിക്കാനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്ത് ഇരുത്തി മതിലിന്റെ മുകളിൽ കയറി വലിയ ആസുകല്ല്, പാറക്കല്ല് തലയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവനാ യഹൂദി. അവിടെ ഇരിക്കുമ്പോഴേക്ക് അള്ളാന്റെ റസൂലിന് അള്ളാഹ് വിവരം കൊടുത്തു, നബിയേ, ദാ കൊല്ലാൻ പ്ലാനുണ്ട്, എഴുന്നേറ്റോളണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം, അല്ലാഹു യഅസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു താങ്കളെ കാത്തുരക്ഷിക്കും. അല്ലാഹുവിന്റെ ആ പ്രഖ്യാപനം, അല്ലാഹുവിന്റെ ആ പ്രത്യേകമായ വാഗ്ദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായി. എന്നാലും ഇതിന്റെ ചില അംശങ്ങൾ ഇവിടുത്തെ ജീവിതത്തിൽ അലോസരമുണ്ടാക്കിയിരുന്നു എന്നാണ് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഒരുപാട് ആളുകളെ ബന്ദിയായി പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഒരു യഹൂദി സ്ത്രീയായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹാ. ഹുയയ്യ് എന്ന് പറയുന്ന യഹൂദി നേതാവിന്റെ മകളായ സഫിയ റളിയല്ലാഹു അൻഹാ, അവരെ ഈ യുദ്ധത്തിൽ ബന്ദിയായി പിടിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എന്ത് ചെയ്തു? അടിമയാണല്ലോ അവരിപ്പോ, അവരെ മോചിപ്പിച്ചു, മോചനമൂല്യം നൽകി. ആ മോചനമൂല്യം വെറും മോചനമൂല്യം നൽകലായിരുന്നില്ല, മഹ്റ് കൂടിയായിരുന്നു. അവരെ വിവാഹം കഴിച്ചു. ഖൈബറുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലാണ്, സംഭവത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയതമയായിക്കൊണ്ട് സഫിയ റളിയല്ലാഹു അൻഹാ എന്ന ജൂതസ്ത്രീ അവർ മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ അവരെ ഇത്തൊക്കെ ചൊല്ലി മോചിപ്പിച്ചു, ഭാര്യയായി സ്വീകരിച്ചു. അതെ, നമ്മുടെ ഉമ്മയായി സഫിയ റളിയല്ലാഹു തആല അൻഹാ ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മമായി
ഉലമാമാരുടെ പദവിയിലേക്ക് അവരെത്തിയത് ഈ ഖൈബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിലായിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഖൈബർ വിജയിച്ചടക്കി എന്ന വാർത്ത പരിസരങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എത്തിയപ്പോൾ കുറച്ചപ്പുറത്തുള്ള ഫദക്ക് എന്ന പ്രദേശമുണ്ട്, തൈമ എന്ന പ്രദേശമുണ്ട്, വാദിൽ ഖുറ എന്ന പ്രദേശമുണ്ട്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു ജൂത പ്രദേശങ്ങളൊക്കെ മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചില്ലേ, ഹുദൈബിയ കരാർ എഴുതുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത വിഷമായിരുന്നു. നമ്മൾ ആകെ കൂടി പരാജയപ്പെട്ടല്ലോ. പക്ഷേ ആ ഒരു കരാറിന്റെ ഫലമായിട്ടാണ് ലോകത്ത് പല ഭാഗങ്ങളിലും അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഒരു വർഷം തികയുമ്പോഴേക്ക് തന്നെ ശക്തമായ നിലയ്ക്ക് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. ഇസ്ലാമിന് വമ്പിച്ച വിജയം അതിലൂടെ ഉണ്ടായി. ഇതിൽ നടന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ പാഠമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ ഖൈബറിൽ പങ്കെടുത്തപ്പോൾ കൂട്ടത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ മുസ്ലിമാണെന്നും കൃത്യമായി ഒരു മുസ്ലിമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നയാളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിനുണ്ടായിരുന്ന ഒരാളെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദാ മിൻ അഹ്ലിന്നാർ, ഇയാൾ നരകക്കാരനാണ്, ഇയാൾ നരകാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു. അപ്പോ ഫലമാ ഹദറൽ ഖിതാലു, അങ്ങനെ യുദ്ധത്തിന്റെ സമയമായപ്പോൾ, പോരാട്ടത്തിന്റെ സമയമായപ്പോൾ, ഖാതല റജുലു അശദ്ദൽ ഖിതാലി, ഈ മനുഷ്യൻ ശക്തമായി പോരാടാൻ തുടങ്ങി. ഹത്താ കസറത് ബിഹിൽ ജിറാഹ, അയാളുടെ ശരീരത്തിൽ മുറിവുകൾ വർദ്ധിച്ചു. ഫകാദ ബഅദുൻ നാസി യർതാബു, ആളുകൾക്കൊക്കെ സംശയമായി, എന്തേ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനത്തെ മുറിവ് പറ്റിയ ആളെ കുറിച്ചാണല്ലോ ഇപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ ആളുകൾക്ക് സംശയമായി. ഫവജദ റജുലു അലമൽ ജിറാഹ, ദേഹത്തിന്റെ വേദന അയാൾക്ക് സഹിക്കാതെയായി. ഫഹുവ ബിയദിഹി ഇലാ കിനാനതിഹി, അദ്ദേഹത്തിന്റെ അമ്പുറയിൽ നിന്ന് ഒരു അമ്പ് അദ്ദേഹം പുറത്തെടുത്തിട്ട് ഫനഹറ ബിഹാ നഫ്സഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുത്തി സ്വന്തം തന്നെ അങ്ങ് അറുത്ത് അയാൾ അങ്ങ് ജീവൻ കളഞ്ഞു. വേറെയും ഒരു സംഭവമുണ്ട്, അത് ഇതല്ല, വേറെയും ഒരു സംഭവം. ഇത് അമ്പെടുത്ത് മറ്റേ വാള് വെച്ചതിലേക്ക് കടന്നുണ്ട്. ഇത് ഖൈബറുമായി ബന്ധപ്പെട്ട് ഇത് വേറൊരു സംഭവം പറയാണ്. അങ്ങനെ ഈ മനുഷ്യൻ ശക്തമായ നിലയ്ക്ക് വെട്ടും കുത്തുമൊക്കെ നടത്തിയിരുന്നയാൾ ആത്മഹത്യ ചെയ്തു. ഫസ്തദ്ദരിജാലും മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾ നെട്ടോട്ടമോടി ഓടിച്ചെന്ന് ഫഖാലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സദ്ദഖല്ലാഹു ഹദീസക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ വർത്തമാനത്തെ അല്ലാഹു സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇൻതഹറ ഫുലാനുൻ, ഇന്നാലിന്ന വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അയാൾ സ്വയം തന്നെ അയാളെ തന്നെ കൊന്നിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിയോട് പറഞ്ഞു, ഖും, എഴുന്നേറ്റ് ചെല്ല് യാ ഫുലാൻ. ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചു പറയൂ സഹാബിമാർക്കിടയിൽ, ഫഅദ്ദിൻ, വിളിച്ചു പറയൂ, എല്ലാവരോടും വിളിച്ചു പറയൂ. എന്താ വിളിച്ചു പറയേണ്ടത്? അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, മുഅ്മിനായ മനുഷ്യനല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്ന് വിളിച്ചു പറയൂ. ഇന്നല്ലാഹ, ഒരു കാര്യം കൂടെ വിളിച്ചു പറയാൻ പറഞ്ഞു, ഇന്നല്ലാഹ യുഅയ്യിദുദ്ദീന ബിർറജുലിൽ ഫാജിർ, അല്ലാഹു തആല ചിലപ്പോ അവന്റെ ദീനിനെ ശക്തിപ്പെടുത്തും, തെമ്മാടിയായ മനുഷ്യനെ കൊണ്ടും അല്ലാഹു ചിലപ്പോ ദീന് ശക്തിപ്പെടുത്തും. ഇയാൾ ഇത്രയും പോരാടിയില്ലേ, ഇത്രയും വരെ ഒരുപാട് സേവനങ്ങൾ ചെയ്തില്ലേ, പക്ഷെ അവസാനം ഇങ്ങനെയാണ് പോയതെങ്കിലും ചില ഫാജിറുകളെ കൊണ്ടും അല്ലാഹു അവന്റെ ദീനിനെ ശക്തിപ്പെടുത്തും എന്ന കാര്യം കൂടി വിളിച്ചു പറഞ്ഞേക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ ഒരാളോട് പ്രത്യേകമായി കൽപ്പന കൊടുക്കുന്നു, ഓർഡർ കൊടുക്കുന്നു. ഈ സംഭവങ്ങൾ അത്രയും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഇസ്ലാമിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും പറയുകയും എഴുതുകയും സ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവസാനം അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. നല്ല പേടി വേണം, നല്ല ഭയം വേണം. എങ്ങനെയാ മരിക്കാന്നറിയില്ല, എങ്ങനെയാ അവസാനിക്കാന്നറിയൂല. അതുകൊണ്ടാണ് എപ്പോഴും അല്ലാഹുവിനോട് യാ മുഖല്ലിബൽ ഖുലൂബ്
സബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിനെ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥമായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ എന്ന് ഹൃദയങ്ങളെങ്ങനെ അടിക്കടി മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് 17 തവണ നിർബന്ധമായും നിർബന്ധ നിസ്കാരങ്ങളിലൂടെ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. അതേ ആ നിലക്ക് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേർവഴിയിലാക്കിയതിന്റെ ശേഷം നീ ഞങ്ങളെ ഖൽബുകളെ തെറ്റിച്ച് കളയല്ല റബ്ബേ എന്ന പ്രാർത്ഥന. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സദ്വൃത്തരുടെ കൂടെ നാളെ പരലോകത്ത് ചെന്നു ചേരാൻ അവരുടെ കൂടെ എന്നെ നീ ചേർക്കണമേ അല്ലാഹ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അതിൻ്റെയൊക്കെ മാഹാത്മ്യമോ അതിൻ്റെ പ്രാധാന്യമോ അതിൻ്റെ പ്രസക്തിയൊക്കെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. എത്രത്തോളം പോരാടിയ ഒരാൾ അവസാനം ഇങ്ങനെ അഹ്ലുന്നാറായി മാറുകയാണ് എന്ന് ഗൗരവത്തോടെ നമ്മൾ പാഠമായി ഉൾക്കൊള്ളുക. സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങൾ ഖൈബറുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം അറിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പകർത്താനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഖൈബറും നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വവും അവിടുത്തെ നീതിബോധവും ലോകത്തിന്റെ മുമ്പിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട സംഭവം കൂടിയാണ് ഖൈബർ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഴിത്താരെ അനുഗമിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനകളോട് ധിക്കാരം കാണിക്കുന്ന ധിക്കാരികളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ദൗലത്തൽ ഇമാറാത്ത് മിനൽ ഫിതനി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത السميع العليم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.